ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷാലോം ടി വിയിലൂടെ തിരുവചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ക്രൈസ്തവ കുടുംബത്തെക്കുറിച്ചാണ്. ക്രൈസ്തവ കുടുംബം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ കേന്ദ്രമായി ആലോചനയും തീരുമാനവും എടുക്കുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് ക്രൈസ്തവ കുടുംബം. അവരുടെ കുടുംബത്തിലെ പ്രധാന കേന്ദ്ര ബിന്ദു ക്രിസ്തുവാണ്. ക്രിസ്തു ഇല്ലാത്തൊരു കാര്യവും അവരുടെ ജീവിതത്തിൽ ഇല്ല. ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് തൃശ്ശൂരടുത്ത് ഒല്ലൂര് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് റപ്പായി എന്നു പേരായ ഒരു ബ്രദറിൻ്റെ വീട്ടിൽ പോവുകയുണ്ടായി. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഊണുമേശയുടെ ചുറ്റും ചില കസേരകൾ, അതിലൊരു കസേര നന്നായിട്ട് അലങ്കരിച്ച് വച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഈ കസേരയ്ക്ക് മാത്രം എന്തോ ഒരു പ്രത്യേകതയുള്ളതുപോലെ. അദ്ദേഹം എന്നോട് പറയുകയാണ്, അത് ഈശോയ്ക്കിരിക്കാനുള്ള കസേരയാണ്, അത് ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് ആ കസേര. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഈശോ കൂടെയുണ്ട് എന്ന്. അവരുടെ പ്രാർത്ഥനാ മുറിയിൽ ഒരു കസേര അവർ മാറ്റിവെച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ അവർ ആ മുറിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഈശോയ്ക്കിരിക്കാൻ ഒരു കസേര അവരവിടെ വച്ചിരിക്കുകയാണ്. അപ്പോൾ ക്രൈസ്തവ കുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ ക്രിസ്തു വസിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തു ആ കുടുംബത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ആലോചനയും തീരുമാനങ്ങളും എല്ലാം. ഞാൻ വേറൊരു കുടുംബത്തെ ഓർക്കുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് പരിചയമുള്ള ഒരു ലിസി ചേച്ചി. ലിസി ചേച്ചിയുടെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. ലിസി ചേച്ചിയുടെ മകൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു അപകടത്തിൽ മരിച്ചുപോയി. പിന്നെ ഒരു കൊച്ചുമോള്. ആ മോളെ വളർത്തി വലുതാക്കി നല്ല രീതിയിൽ പഠിപ്പിച്ചു. ആ കുഞ്ഞിനെ കെട്ടിച്ചയച്ച് അതിനിന്ന് 2 കുഞ്ഞുങ്ങളുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം ഈ ലിസി ചേച്ചിയുടെ വീട്ടിൽ ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പോകാൻ ഇടയായപ്പോൾ അവർ ഞങ്ങളെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ മുറിയിൽ നല്ല ഒരു ബെഡ്, വെള്ളപ്പൂക്കളുള്ള ബെഡ്ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ലിസി ചേച്ചി ഞങ്ങളോട് പറയുകയാണ്, ഇത് ഈശോയുടെ മുറിയാണ്. ഒരു 2 നില വീടാണ്, അതിലൊരു നല്ല മുറി ഈശോയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എൻ്റെ മകൻ മരിച്ചുപോയി. ഈശോ എൻ്റെ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ ഈശോയുടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് പുറത്തേക്ക് പോകാറുള്ളത്. ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് വെറും വിശ്വാസം മാത്രമല്ല, അതൊരു വ്യക്തി സാന്നിധ്യം കൂടിയാണ്. ദൈവം നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരനുഭവം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്, ഒരു ക്രൈസ്തവ കുടുംബം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ കേന്ദ്രമായി തീരുമാനമെടുക്കുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ബഹുമാനപ്പെട്ട പനക്കലച്ചൻ ഒരു വീട്ടിൽ പോയ കാര്യം പറഞ്ഞത് ഓർക്കുകയാണ്. ആ വീട്ടിലെ ആദ്യ കുർബാനയാണ് അവിടുത്തെ കൊച്ചിൻ്റെ. ആ ആദ്യ കുർബാനയ്ക്ക് ആ കൊച്ചിൻ്റെ അപ്പനും കൂട്ടുകാരും എല്ലാം വന്നിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ വല്യപ്പൻ ചോദിച്ചു, ഒന്നുമില്ലേ കഴിക്കാൻ? ഈ ആദ്യ കുർബാനയ്ക്ക് മദ്യം വേണ്ട എന്ന് വച്ചിരിക്കുകയാണ്. ആ വല്യപ്പൻ പറഞ്ഞു, നിൻ്റെ ഈ ഉണക്കച്ചോറ് തിന്നാനല്ല ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് 10-20 പേരങ്ങ് ഇറങ്ങിപ്പോയി. ഈ പെൺകുട്ടി സ്വന്തം അപ്പനോടൊരു കാര്യം പറഞ്ഞിരുന്നു. ആദ്യ കുർബാന സ്വീകരിക്കാൻ തലേ ദിവസം കുമ്പസാരം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞ ഒരു കാര്യം, ഒരു കന്യാസ്ത്രീ ഇങ്ങനെ പറഞ്ഞു, മോളെ, ആദ്യ കുർബാനയ്ക്ക് നിൻ്റെ വീട്ടിൽ മദ്യം കയറ്റരുത്. അവൾ അവളുടെ ഡാഡിയോട് പറഞ്ഞു, ഡാഡി,
ഞാൻ പറയുന്നൊരു കാര്യം ഡാഡി എനിക്ക് സാധിച്ചു തരുമോ? നീ എന്തു വേണമെങ്കിലും പറഞ്ഞ മോളെ, ഞാനത് സാധിച്ചു തരാം. ഡാഡി, എൻ്റെ ആദ്യ കുർബാനയ്ക്ക് നമുക്ക് മദ്യം കൊടുക്കണ്ട. ഡാഡി പറഞ്ഞത് ശരിയാണോ? അത് പ്രതീക്ഷിച്ച് വരുന്ന ആളുകളുണ്ട്. നമ്മുടെ ചില ബന്ധുക്കൾക്കത് വേണം. എൻ്റെ അപ്പനത് നിർബന്ധമാണ്. എന്നാലും ഡാഡി, നമുക്കത് വേണ്ട. ശരി, നീ പറയുന്നതനുസരിച്ച് ഞാനത് വേണ്ടായെന്ന് വെക്കുന്നു. അങ്ങനെ വേണ്ടായെന്ന് വെച്ചതാണ് ഡാഡി. സ്വന്തം അപ്പനും സുഹൃത്തുക്കളും ബന്ധുക്കളും 10-20 പേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ച ആ പെൺകുട്ടി ഓടി വന്ന് അപ്പനെ വട്ടം കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഡാഡി, ഞാൻ പറഞ്ഞത് പിൻവലിക്കാൻ ഡാഡി. വല്യപ്പച്ചനെ വിളിക്കുക, വല്യപ്പച്ചനെ വിളിക്കുക. ഞാൻ പറഞ്ഞത് അപ്പച്ചന് സങ്കടമായി പോയോ? അപ്പോൾ ആ അപ്പം പറയുകയാ, മോളെ, എനിക്ക് സങ്കടമായില്ല. എൻ്റെ അപ്പൻ ഇറങ്ങിപ്പോയാലും നമ്മുടെ കർത്താവ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലല്ലോ. ആ പെങ്കൊച്ച് പറഞ്ഞു, എനിക്കെൻ്റെ അപ്പനെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു എന്ന്. ഒരു കൊച്ചിൻ്റെ മനസ്സിൽ അഭിമാനം തോന്നുന്ന വിധത്തിൽ ജീവിക്കാൻ ആ പിതാവിന് കഴിയുകയാണ്. ക്രിസ്തുവിൽ കേന്ദ്രമായി ചിന്തിക്കുന്ന ഒരു കുടുംബമാണ് അത്. അപ്പൻ ഇറങ്ങിപ്പോയാലും കൂട്ടുകാരും ബന്ധുക്കളും ഇറങ്ങിപ്പോയാലും ആ രാത്രി അവർ പ്രാർത്ഥിച്ചുറങ്ങി പിറ്റേ ദിവസം രാവിലെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ കുഞ്ഞ് ഡ്രസ്സ് മാറുമ്പോൾ തൻ്റെ ശരീരത്ത് ശ്രദ്ധിച്ചപ്പോഴൊരു കാര്യം മനസ്സിലായി. ചെറുപ്പം മുതലേ കറുത്ത പുള്ളികൾ ദേഹത്തുണ്ടായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്ത് ശരീരത്ത് നോക്കുമ്പോൾ ആ വെളുത്ത ശരീരത്തെ കറുത്ത പുള്ളികളെല്ലാം പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരു കുഞ്ഞ് ക്രിസ്തുവിനോട് ചേർന്ന് തീരുമാനമെടുത്തപ്പോൾ, ആ തീരുമാനത്തെ അപ്പൻ സ്വീകരിച്ചപ്പോൾ, ആ കുടുംബത്തിൽ ക്രിസ്തുവിന് 1-ാം സ്ഥാനം കൊടുത്തപ്പോൾ, മദ്യത്തോട് താല്പര്യമുള്ള പലരും ഇറങ്ങിപ്പോയിട്ടും അതാ ക്രിസ്തു ആ ഭവനത്തിൽ നിലനിൽക്കണം എന്ന് ആ അപ്പനും മകളും ആഗ്രഹിച്ചതുകൊണ്ട് ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. അപ്പോൾ ക്രൈസ്തവ കുടുംബം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ കേന്ദ്രമായി ആലോചനയും തീരുമാനവും എടുക്കുന്ന കുടുംബമാണ്. ഒരു ക്രൈസ്തവ കുടുംബം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? വിവാഹം എന്ന കൂദാശയിലൂടെയാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു കൂദാശയാണ്. കൂദാശ എന്ന് പറഞ്ഞാൽ അദൃശ്യനായ ദൈവത്തിൻ്റെ വരപ്രസാദം ദൃശ്യമായ രൂപത്തിൽ ലോകത്തിൽ അവതരിപ്പിക്കുന്നതാണ്. ഇപ്പം ക്രിസ്തുവിനെ ലോകത്തിൽ അവതരിപ്പിക്കുക എന്നതാണ് ഓരോ കൂദാശയുടെയും ലക്ഷ്യമെങ്കിൽ, വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുന്നത് വഴി ക്രിസ്തുവിനെ ലോകത്തിൽ അവതരിപ്പിക്കാൻ ഒരു സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്താക്കന്മാരായി രൂപാന്തരപ്പെടുകയാണ്. വിവാഹം കഴിയുന്നോടം വരെ അവരൊരു സ്ത്രീയും പുരുഷനുമായിരുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ആ സമയം മുതൽ അവർ ഭാര്യയും ഭർത്താവുമായി മാറിയിരിക്കുന്നു. ഇനി അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ ലോകത്തിൽ അവതരിപ്പിക്കുക എന്നതാണ്. സഭയുടെ ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബം ഗാർഹിക സഭയാണ്. സഭ മുളയ്ക്കുന്നത് വാസ്തവത്തിൽ കുടുംബത്തിൽ നിന്നാണ്. വിശ്വാസികളുടെ സമൂഹമാണ് സഭയെങ്കിൽ വിശ്വാസം മുളയ്ക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അപ്പൻ്റെ അമ്മയുടെയും വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ കണ്ട് മക്കൾ വളരുകയാണ്. കുടുംബം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആശയമല്ല, ദൈവത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടതാണ്. ഭാര്യയും ഭർത്താവുമായി മനുഷ്യൻ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചത് ദൈവം തന്നെയാണ്. ദൈവത്തിന് അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടായി. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് സൃഷ്ടിയുടെ മകുടമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. എല്ലാ മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും പേരിട്ടത് മനുഷ്യനാണ്. അങ്ങനെ പേരിട്ടിട്ട് ആദം എല്ലാവരെയും പേര് വിളിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പേര് വിളിച്ച് മടുത്തു. പക്ഷെ തൻ്റെ രൂപമുള്ള, തൻ്റെ സാദൃശ്യമുള്ള ഒരെണ്ണത്തിനെ കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ കണ്ടെത്താൻ പറ്റാതെ വിഷമിച്ച് തളർന്ന് മയങ്ങി ഉറങ്ങുമ്പോൾ, നമുക്കറിയാം, നമ്മളൊരു കുഞ്ഞിനെ തൊട്ടിയിൽ കിടത്തിയാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും.
കുഞ്ഞ് ചിരിക്കുന്നത് കണ്ടാൽ നമുക്ക് സന്തോഷമാണ്. കുഞ്ഞ് ചിലപ്പോൾ തൊട്ടിൽ കിടന്ന് ഞെട്ടുന്നുണ്ടാവുക. അപ്പോഴമ്മ ആ കുഞ്ഞിനെ ഒന്ന് പതിയെ തലോടും. ആ കുഞ്ഞിൻ്റെ പേടി മാറി. ഒന്ന് കണ്ണ് തുറന്ന് അമ്മയൊന്ന് കണ്ടു. ആ കുഞ്ഞിന് സന്തോഷമായി. അങ്ങനെ ദൈവം ആദത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആദത്തിൻ്റെ സങ്കടത്തിൻ്റെ കാര്യം മനസ്സിലായി. ആദത്തിന് സ്നേഹിക്കാനും താലോലിക്കാനും പേര് വിളിക്കാനും ഒരാളില്ലല്ലോ എന്ന സങ്കടമാണ് ആദത്തിനുള്ളത്. അതുകൊണ്ട് പുരുഷനെ മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചതെങ്കിൽ സ്ത്രീയെ ആദത്തിൻ്റെ വാരിയലിലെടുത്ത് സൃഷ്ടിച്ചു എന്ന് പറയുകയാണ്. ഇപ്പം ദൈവത്തിൽ നിന്ന് പുരുഷൻ ഉണ്ടായി, പുരുഷനിൽ നിന്ന് സ്ത്രീ ഉണ്ടായി. സ്ത്രീക്ക് വേണ്ടി അല്ല പുരുഷനെ സൃഷ്ടിച്ചിരിക്കുന്നത്, പുരുഷന് വേണ്ടിയാണ് സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ ദൈവം ഹവ്വായെ സൃഷ്ടിച്ചു. ഹവ്വായെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആദം ഹവ്വായെ ആദ്യം കാണുമ്പോൾ വിളിക്കുന്ന പേര് ഹവ്വ, ജീവനുള്ള സകലരുടെയും മാതാവ്. ഹവ്വ ആദത്തെ കണ്ട് സന്തോഷിക്കുകയാണ്. ആദം ഹവ്വായെ കണ്ട് സന്തോഷിക്കുകയാണ്. ആദം പറയുന്നൊരു വാക്കുണ്ട്, ഒടുവിലിതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയാണ്, നീ എൻ്റെ മാംസത്തിൻ്റെ മാംസമാണ്, നീ എൻ്റെ സ്വന്തമാണ്, നീ എൻ്റേതാണ്. അങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. വാസ്തവത്തിൽ കുടുംബജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റേത് എന്ന് തീർത്തു പറയാൻ എനിക്കെൻ്റെ ജീവിത പങ്കാളിയല്ലാതെ ആരായി ലോകത്തിലുള്ളത്? എൻ്റെ അപ്പനെന്ന് പറഞ്ഞാലും എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ അനുജന്മാർ 3 പേരുണ്ട്, അവരെയും കൂടെയാണെന്ന് പറയുകയല്ലേ. എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവരുടെയും കൂടെയാണെന്ന് അവർ പറയുകയല്ലോ. അപ്പോൾ എൻ്റേത് എന്നെനിക്ക് തീർത്തു പറയാൻ എനിക്കെൻ്റെ ജീവിത പങ്കാളി മാത്രമേ ഉള്ളൂ. മരണം വരെ നിൽക്കുന്ന ഏക ബന്ധം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധമാണ്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ക്രൈസ്തവ കുടുംബം വിവാഹം എന്ന കൂദാശയിലൂടെ രൂപപ്പെടുകയാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചു. കത്തോലിക്ക സഭയിൽ 7 കൂദാശകളുണ്ട്. അതിൽ 6ാമത്തെ കൂദാശ തിരുപ്പട്ടവും 7ാമത്തെ കൂദാശ വിവാഹവുമാണ്. സാധാരണഗതിയിൽ 6 കൂദാശകളെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. ഒരു വ്യക്തി പുരോഹിതനാകണമെങ്കിൽ ചില കോൺഗ്രിഗേഷന് രൂപതകളൊക്കെ 12 വർഷം, ചിലത് 15 വർഷം, 16 വർഷം, 20 വർഷമൊക്കെ പഠിച്ച് ധ്യാനിച്ച് ചിന്തിച്ച് ഒരുങ്ങി താൻ ഈ വിളിക്ക് യോഗ്യനാണെന്ന് മനസ്സിലാക്കി പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദൈവം കരുണ കാണിച്ച് ദൈവവിളി കിട്ടി വൈദികനായി മാറുകയാണ്. അത്രയും കാലത്തെ പഠനവും പ്രാർത്ഥനയും അതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് തനിക്ക് ദൈവവിളിയാണ് എന്ന് ബോധ്യം കിട്ടുമ്പോൾ സ്വീകരിക്കുകയാണ്. മൈനർ സെമിനാരിയിൽ പ്രവേശിക്കുമ്പോൾ 50 60 പേര് ഉണ്ടെങ്കിൽ പട്ടം കിട്ടാൻ സമയമാകുമ്പോൾ 10 12 പേരായി ചുരുങ്ങുന്നു. അതൊരു തെറ്റുമല്ല. അത്രയും കാലം പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ വിളി ഏതാണെന്ന് അവർക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് വിളി കിട്ടിക്കഴിഞ്ഞാൽ, വൈദികനായിക്കഴിഞ്ഞാൽ പിന്നെ ആ വിളിയിൽ നിന്ന് പിന്തിരിയരുത്. കലപ്പയിൽ കൈവച്ചതിന് ശേഷം ഒരിക്കലും പിന്തിരിഞ്ഞേക്കരുത്. വിവാഹമെന്ന കൂദാശ സ്വീകരിക്കാൻ ഒരിക്കൽ യൂത്ത് ധ്യാനത്തിൻ്റെ അവസരത്തിലൊരു പയ്യൻ പറഞ്ഞു, സെമിനാരിയിൽ ഇങ്ങനെ പഠിച്ച് ഒരുങ്ങി ധ്യാനിച്ച് അച്ഛനാകാനായിട്ട് പറ്റുന്നു, കല്യാണം കഴിക്കാനായിട്ട് വല്ല സെമിനാരി വല്ലതും ഉണ്ടോ? കല്യാണം കഴിക്കാൻ സെമിനാരി വേണോ? അപ്പനും അമ്മയും അവരുടെ ജീവിതം കണ്ട് ഭാര്യാഭർത്താക്കന്മാർ, അപ്പനും അമ്മയാണെങ്കിൽ പോലും ഒരു ഭാര്യാഭർത്താക്കന്മാരാണ്. അവരുടെ ജീവിതം കണ്ടുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. ഈ കുഞ്ഞുങ്ങൾ അപ്പൻ്റെ അമ്മയുടെയും ജീവിതം കണ്ട് വളരുമ്പോൾ അവർക്ക് തോന്നണം വിവാഹം നല്ലതാണ് എന്ന്. അത് നേരെ മറിച്ച് അമ്മയ്ക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ല. ആരോ കാണിച്ചു കൊടുത്ത ഒരാളെ കല്യാണം കഴിച്ചു, ഞാൻ അങ്ങനെയല്ല, എനിക്കുള്ള ആളെ ഞാൻ തന്നെ കണ്ടുപിടിക്കും. കുടുംബത്തിലുണ്ടാകുന്ന ചില വഴക്കുകൾ, ചില പ്രശ്നങ്ങളൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ചില തീരുമാനമെടുക്കാൻ കാരണമായി തീരുന്നത്. നേരെ മറിച്ച് അപ്പനും അമ്മയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, അവരൊന്നിച്ച് ഭക്ഷിക്കുന്നു, ആ ഊണുമേശയിലിരുന്ന് എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുന്നു, കുഞ്ഞുങ്ങൾക്കും ആ വീട്ടിൽ സ്ഥാനമുണ്ട്. തീർച്ചയായും ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. വളരെ സമാധാനത്തോടെ ആ കുടുംബം മുന്നോട്ട് പോകും. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും പല കുടുംബങ്ങളിലും
ഈ ഒരുമിച്ചുള്ള കൂട്ടായ്മയും ഒരുമിച്ചുള്ള ഭക്ഷണമോ ഒരുമിച്ചുള്ള പ്രാർത്ഥനയോ ഇല്ലാത്തതുകൊണ്ട് കുടുംബങ്ങൾ പലതും തകർന്നു പോവുകയാണ്. ഇന്ന് കുടുംബം തകരാതിരിക്കണമെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന, പങ്കുവയ്ക്കുന്ന, ഭക്ഷിക്കുന്ന കുടുംബങ്ങളുണ്ടാകണം. ദൈവം അതിനുവേണ്ടി നമ്മളെ വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ കൂട്ടായ്മയിൽ വളരാൻ ദൈവം നമ്മളെ പ്രത്യേകം ക്ഷണിച്ചിരിക്കുകയാണ്. ഭാര്യാഭർത്താക്കന്മാർ സ്നേഹത്തിൽ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, ക്രിസ്തുവിനെ ലോകത്തിൽ അവതരിപ്പിക്കാനായിട്ടുള്ളതാണ് ഈ വിവാഹം എന്ന കൂദാശയെങ്കിൽ ഈ വിവാഹം തന്നെ ഒരു അധികാരം കൈമാറലാണ്. 1 കൊരിന്തോസ് 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല അധികാരം, ഭർത്താവിനാണ്. ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല അധികാരം, ഭാര്യയ്ക്കാണ്. അതുകൊണ്ട് കത്തോലിക്ക വിവാഹം കഴിഞ്ഞിരിക്കുന്ന, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഏത് വ്യക്തിക്കും, അത് ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഈ ആശയം നല്ലതാണെന്ന് എനിക്ക് തോന്നുകയാണ്. വിവാഹത്തിന് മുമ്പ് നമുക്ക് നമ്മുടേതായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യയുടെ ആഗ്രഹം എന്താണ്, ഭർത്താവിൻ്റെ ആഗ്രഹം എന്താണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വർഷങ്ങളേറെയായിട്ടും അത് മനസ്സിലാക്കാത്ത ആളുകളില്ലേ? ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്, അവൾക്ക് ഇഷ്ടപ്പെട്ട സാരിയുടെ കളറ്, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഭാര്യയുടെ സന്തോഷം, ഭർത്താവിന് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഏത് സമയത്താണ് ഭർത്താവ് കൂടുതൽ സംസാരിക്കാറുള്ളത്. അങ്ങനെ ഭർത്താവിനെ ശരിക്കും മനസ്സിലാക്കാൻ, ഭാര്യയെ മനസ്സിലാക്കാൻ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എത്രയോ നന്നായിട്ട് കുടുംബങ്ങൾ മുന്നോട്ട് പോയേനെ. ഇത് എന്നെ അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് പല ആളുകളും ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭർത്താവിന് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ അപ്പൻ എന്നെ മനസ്സിലാക്കുന്നില്ല, അമ്മ മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവർ തന്നെ മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ ഭാരപ്പെടുന്ന ആളുകളെ ഏറെയാണ്. അപ്പോൾ അവർ നമ്മളെ മനസ്സിലാക്കുക എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ? നമ്മൾ അവരെയല്ലേ മനസ്സിലാക്കേണ്ടത്? അവർ നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കുക. ഈശോയുടെ കൂടെ നടന്ന ആളുകൾ ഈശോയെ മനസ്സിലാക്കിയിട്ടൊന്നുമില്ല. ഈശോ ആരാണെന്ന് പോലും അവർക്ക് കാര്യമായിട്ട് മനസ്സിലായില്ല. അതുകൊണ്ടാണല്ലോ മരിച്ചതിന് ശേഷം അവരുടെ വഴിക്ക് പോയത്. ഈശോ ആരാണെന്നൊന്നും അവർക്ക് കാര്യമായിട്ട് മനസ്സിലായിട്ടില്ല. പഴയ വള്ളവും പഴയ വലയൊക്കെ പിറക്കി സ്ഥലം വിട്ട ആളുകളാണ് പത്രോസ് അപ്പസ്തോലനും ബാക്കിയുള്ളവരും ഒക്കെ. ഈശോയെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അവർ ഓടി രക്ഷപ്പെട്ടവരാണ്. പത്രോസ് അപ്പസ്തോലനാണ് ഈശോയെ തള്ളിപ്പറഞ്ഞയാളാണ്. അപ്പോൾ അവരാരൊക്കെയാണെന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. ഈശോ അവരെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അപ്പത്തിൻ്റെ കണക്ക് പറഞ്ഞപ്പോഴും അധികാരം നടത്തുമ്പോഴും ഒക്കെ ഈശോ അവരെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഈശോയെ അവർ മനസ്സിലാക്കിയില്ലെങ്കിലും ഈശോ അവരെ മനസ്സിലാക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മൾ അവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ ഭംഗിയായി മുന്നോട്ട് പോകും. അവർ മനസ്സിലാക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ചില ആളുകൾ പറയും, അവരെന്നോട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അങ്ങനെ ആയിരിക്കരുത്. ചിലർ പറയുന്ന കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഞാൻ വിഷം ഇറക്കും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. കടിച്ച പാമ്പിനെ കൊണ്ട് ഞാൻ വിഷം ഇറക്കും. പാമ്പ് കടി ഏറ്റുകഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി ചികിത്സിക്കുക എന്നുള്ളതല്ലാതെ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കാനിരുന്നാൽ ആൾ ചത്തു. അതുകൊണ്ട് അവരങ്ങനെ ചെയ്താൽ എൻ്റെ സ്വഭാവത്തിന് ഞാനൊരു മാറ്റം വരുത്താം, അവരങ്ങനെ ചെയ്താൽ ഞാനൊരു മാറ്റം വരുത്താം എന്നൊക്കെ വേണമെങ്കിൽ പറയാം എന്നുള്ളതല്ലാതെ മെച്ചമില്ല. അപ്പോൾ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എനിക്ക് ഈ ജീവിതം തന്നത് ആരാണെന്ന് മനസ്സിലാക്കണം. ആദത്തിന് ദൈവം ഹവ്വായെ കൊടുത്തു, അതുപോലെ ദൈവം എനിക്ക് ജീവിത പങ്കാളിയെ തന്നു. ഈ ആദം ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ ദൈവം പറഞ്ഞ വാക്കാണല്ലോ ഉൽപ്പത്തി 2:18, മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ചേർന്ന ഇണയെ തരാമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ചേർന്നതിനെയാണ് ദൈവം തന്നിരിക്കുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. ഇത് ഇടക്കാരൻ കണ്ടുപിടിച്ചതല്ല, ഇത് നമ്മൾ തന്നെ കണ്ടുപിടിച്ചതല്ല. ദേവാലയത്തിൽ വെച്ച് ആശീർവദിക്കപ്പെട്ട വിവാഹമാണ് എങ്കിൽ ദൈവമാണ് ഈ ജീവിതം നമുക്ക് തന്നിരിക്കുന്നത്. വെറുതെ രണ്ടുപേര് കൂടി ജീവിക്കുന്നതിന് വിവാഹമെന്ന് പറയാൻ പറ്റുകയില്ല.
ഏതെങ്കിലും രജിസ്റ്റർ കച്ചേരിയിൽ പോയി ഭാര്യയും ഭർത്താവും കൂടി ഒപ്പിട്ട് അവരൊരുമിച്ച് ജീവിക്കുന്നതിനെ വിവാഹം എന്നെങ്ങനെയാണ് പറയാനായിട്ട് പറ്റുന്നത്? അതിനെ ക്രൈസ്തവ വിവാഹം എന്ന് പറയാനായിട്ട് പറ്റുകയില്ല. അത് ആ സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് ജീവിക്കാൻ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ലൈസൻസാണ്. അവർക്കൊരുമിച്ച് ജീവിക്കാം. പക്ഷേ ഭാര്യയ്ക്കും ഭർത്താവിനും തന്നെ ഈ ജീവിതം വിജയിപ്പിക്കാൻ പറ്റുകയില്ല. കാരണം ഭർത്താവിൻ്റെ സങ്കടം മനസ്സിലാക്കിയത് ദൈവമാണ്. ആദത്തിൻ്റെ സങ്കടം മനസ്സിലാക്കിയത് ദൈവമാണ്. ഈ സങ്കടം മനസ്സിലാക്കുന്ന ദൈവം നമ്മുടെ കൂടെ വേണം. ദൈവമാണ് നമുക്ക് ഈ ജീവിതം തന്നതെങ്കിൽ ദൈവം തന്ന ഈ ജീവിതത്തെ ദൈവത്തെ കൂടാതെ നമുക്ക് വിജയിപ്പിക്കാനായിട്ട് പറ്റുകയില്ല. ഇന്ന് പല വ്യക്തികളും തകർന്നു പോകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ കൂട്ടുപിടിക്കുന്നില്ല. ദൈവത്തെ കൂട്ടുപിടിക്കാതെ സ്വന്തം ബുദ്ധിയിലും ശക്തിയിലും ആശ്രയിച്ച് ജീവിതത്തെ വിജയിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും നമ്മുടെ ജീവിതം വിജയിക്കുകയില്ല പ്രിയരെ. അതുകൊണ്ട് ഇന്നലെ വരെയും നമ്മൾ ദൈവത്തെ കൂട്ടുപിടിക്കാതെയാണ് മുന്നോട്ട് പോയതെങ്കിൽ ഇന്നു മുതൽ ദൈവത്തെ കൂട്ടുപിടിക്കുക. കർത്താവ് നമ്മുടെ കൂടെ നിൽക്കട്ടെ. ദൈവം നമ്മുടെ ഭവനത്തിലുണ്ടാകട്ടെ. അങ്ങനെ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ജീവിത പങ്കാളിയെ ദൈവമാണ് നമുക്ക് തന്നത് എന്ന കാര്യം നാം തിരിച്ചറിയണം. ദൈവമാണ് തന്നതെങ്കിൽ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, പോരായ്മയുണ്ടെങ്കിൽ, എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ദൈവത്തോടാണ് പറയേണ്ടത്. പരാതി ദൈവത്തോട് പറഞ്ഞാൽ അത് പ്രാർത്ഥനയായി മാറും. ഒരിക്കലും നമ്മുടെ പരാതികൾ മനുഷ്യനോട് പറയരുത്. മനുഷ്യനോട് പറഞ്ഞാൽ അതൊരു അപവാദമായി മാറും. മനുഷ്യനോട് പറയാൻ നിൽക്കരുത്. നമ്മുടെ ഏതു സങ്കടങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന കർത്താവിന് മാത്രമാണ്. അതുകൊണ്ട് ദൈവം തന്ന സമ്മാനമാണ് നമ്മുടെ ജീവിത പങ്കാളി. ദൈവകരങ്ങളിൽ നിന്ന് ജീവിത പങ്കാളിയെ സ്വീകരിച്ചാൽ, പരാതിയില്ലാതെ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ദൈവം തന്നതാണ് എന്ന ബോധ്യത്തോടുകൂടി ആ ദൈവം തന്നതിനെ ഏറ്റവും ഭംഗിയായി നോക്കി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് തിരിച്ചേൽപ്പിക്കണം നമ്മൾ. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് കുറവുകളുണ്ടോ പോരായ്മകളുണ്ടോ എന്ന് അന്വേഷിച്ച് മനസ്സ് ഭാരപ്പെടാതെ ദൈവം തന്ന ജീവിത പങ്കാളിയെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ക്രിസ്തുവിൽ കേന്ദ്രമായി തീരുമാനമെടുക്കുന്ന, ആലോചന ചോദിക്കുന്ന കുടുംബമായി നമ്മുടെ കുടുംബം മാറട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കുടുംബജീവിതത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അവിടുത്തെ കൃപ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഞങ്ങളെ ചിന്തിക്കാനായിട്ട് പോകുന്നത്, ദൈവമാണ് ഞങ്ങൾക്ക് ജീവിത പങ്കാളിയെ തന്നത്. ദൈവകരങ്ങളിൽ നിന്ന് ജീവിത പങ്കാളിയെ സ്വീകരിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സകല തെറ്റുകളും ഓർത്ത് മാപ്പ് ചോദിക്കുവാനും, കർത്താവേ, അങ്ങാണ് എനിക്ക് ജീവിത പങ്കാളിയെ തന്നത്, അങ്ങാണ് എനിക്ക് ഈ കുടുംബം തന്നത്, എനിക്ക് തന്നെ വിജയിക്കാൻ പറ്റുകയില്ല, അങ്ങ് കൂടെയുണ്ടെങ്കിൽ മാത്രമേ വിജയമുള്ളൂ എന്ന ചിന്തയോടെ ജീവിക്കാനുള്ള വലിയ കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ TV-യിലൂടെ വചനം കേൾക്കുന്ന സകലരെയും പേരുപേരായി വിളിച്ച് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.